സംഘടനയിലുണ്ടായ മരിപ്പ് ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ കഞ്ഞിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിന്റെ പരിപാടി നടത്തിയപ്പോൾ കഞ്ഞിക്കോട് സാഹിത്യ മണ്ഡപവും കാര്യങ്ങളായപ്പോൾ മറ്റുള്ള സാഹചര്യത്തിൽ നിന്നും വരുന്ന ആളുകളുടെ എണ്ണം കമ്മിയായതുകൊണ്ടാണ് അന്ന് അവിടെ ആളുകൾ കമ്മിയായി മഹാപ്രസ്ഥാനം രൂപീകരിക്കുകയും സന്യാസം സ്വീകരിച്ച മഹാന്മാർക്ക് വേണ്ടിയുള്ള ഗുരുധർമ്മസഭ രൂപീകരിക്കുകയും ചെയ്തു. 1903 രൂപീകരിച്ചത് ഇന്നിപ്പോ 123 വർഷക്കാലം പിന്നിട്ട് നിൽക്കുമ്പോൾ കഞ്ഞിക്കോടിലെ ബാക്കി എല്ലാ മേഖലയിലെ ആളുകളും SNDP എന്ന പ്രസ്ഥാനം 42ാമത്തെ വർഷം നമ്മൾ വാർഷികം ആഘോഷിക്കുമ്പോൾ 42 വർഷകാലങ്ങളിൽ നമ്മൾ SNDP എന്ന പ്രസ്ഥാനത്തിൽ നെഞ്ചിൽ നടക്കാനും അത് ഇന്ന് കുറച്ച് കാലങ്ങൾ മാത്രമേ സത്യസന്ധം ആത്മാർത്ഥമായിട്ടും ഒരാളെ പോലും നിർബന്ധിച്ച് സാമുദായിക സംഘടനകളിലൂടെ SNDP എന്ന മഹാപ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് ഏറ്റെടുക്കുകയും ആ സാമുദായിക സംഘടന മുഴുവൻ SNDPയിലേക്ക് ലയിപ്പിക്കുകയാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന സാമുദായിക സംഘടനകളെ മുഴുവൻ SNDP ആയിട്ട് ലയിപ്പിച്ച് പ്രവർത്തിച്ചു പോകുന്നത് അവിടെ ഒരു സംഘടന മാത്രമേ ഉള്ളൂ. അത് SNDP എന്ന മഹാപ്രസ്ഥാനം മാത്രമേ ആ ഭാഗങ്ങളിലുള്ളൂ. രണ്ട് സമുദായങ്ങൾ അകമഴിഞ്ഞ് നമ്മളുമായിട്ട് SNDP എന്ന മഹാപ്രസ്ഥാനത്തെ അണിയേർന്ന് പ്രവർത്തിക്കുകയും മറ്റു രണ്ട് സമുദായത്തിലെ പ്രവർത്തകർ കുറച്ച് പേര് മാത്രം പ്രസ്ഥാനത്തിനെയും ശ്രീനാരായണ ഗുരുവിനെയും സംഘടനയെയും ലയിക്കുന്ന കുറച്ചാളുകൾ മാത്രമേ നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ സാമുദായിക സംഘടനകളെ രൂപീകരിക്കുന്നത് 74 വർഷക്കാലങ്ങളായി എന്ന് പറഞ്ഞല്ലോ. ഈ സാമുദായിക സംഘടന നെല്ലിശ്ശേരിയും മടശ്ശേരിയുടെയും ആയിരക്കണക്കിന് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയിരുന്ന സാഹചര്യം സന്ദർഭങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം കുടിയന്മാരായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ കേട്ടാറുമാണ്. ഇവിടെ ഒരു കല്യാണക്കാരും മരിപ്പെല്ലാം കാര്യങ്ങൾ നടത്തുമ്പോൾ അവർ വരണം. കല്യാണങ്ങളൊക്കെ നടത്തുന്ന ഈ ജന്മികള് സ്വർണ്ണം കൊണ്ടുള്ള ചടങ്ങുകളൊക്കെ പറയും. അത് എന്താണെന്ന് എനിക്കറിയില്ല. അവർ വന്ന് കല്യാണത്തിൽ പങ്കെടുത്താൽ മാത്രമേ ആ ബാക്കി കെട്ടാമ്പോപ്പനും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ ജന്മികൾ വന്ന് മുന്നിൽ നിന്ന് ബാക്കിയുള്ള രണ്ട് സമുദായങ്ങൾ ഒരു സമുദായം മാത്രം നിലവിൽ ഉണ്ടായിരുന്നു. ആ സമുദായം രണ്ട് സമുദായം അതിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് എന്തെല്ലാം കാരണങ്ങളും സംസ്ഥാന കാരണങ്ങളും തെറ്റിപ്പിരിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് കടയിൽ ആള് വന്നിരിക്കുമ്പോ എങ്ങനെയാണ് നോക്കുന്നത്? ഈ സമുദായത്തിലുള്ള ആളുകൾ മറ്റു സമുദായത്തിലെ ആളുകൾ കല്യാണം നടക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ ആ സമുദായത്തിലുള്ള ആളുകൾ പങ്കെടുക്കുകയും കാര്യം ചെയ്ത് ഈ ജന്മികളെ ഇവിടുത്തെ ഇറങ്ങിപ്പോകുന്ന കാര്യം കൂടി ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 1958-54 കാലഘട്ടത്തിൽ ശക്തമായി നിൽക്കുന്ന സാഹചര്യം കൊണ്ട് അവരുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് അത് കാരണം ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ മുന്നിൽ കയറി നിൽക്കണം അല്ലെങ്കിൽ പ്രത്യേകം മുന്നിൽ കയറി നിൽക്കണം നല്ല ഞങ്ങളാണ്. കാലഘട്ടത്തിലേക്ക് 10-74 വർഷക്കാലങ്ങളായിട്ട് ബഹുമാനിച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ കൂടിയിട്ടുള്ളത് ചിട്ടയായ പ്രവർത്തനം ചിട്ടയായ രീതിയിൽ നമ്മുടെ ഗുരു ആചരിക്കുന്ന മരണാന്തര ചടങ്ങ് മരണാന്തര കർമ്മം. പിന്നെ ചില വീടുകളിൽ പോകുന്ന സമയത്ത് നമ്മുടെ മരണാന്തര സമയത്ത് വാർഷിക ജനകൂടിയുടെ എന്തായാലും രവികരൊക്കെ സംസാരിക്കാൻ തോന്നണ്ട. കാരണം കാര്യങ്ങൾ അതേ വേണ്ടി പറയണം. മരണാന്തര ചടങ്ങുകളിൽ ബോഡി കുളിപ്പിക്കുമ്പോൾ നമ്മൾ ബോഡി എടുത്ത് ഒരു സാരി എടുത്ത് മറച്ച് ആ കുടുംബത്തിലെ മക്കളും മരുമക്കളും പേരക്കുട്ടികളെ കൊണ്ട് മാത്രമേ നമ്മൾ കുളിപ്പിക്കാറുള്ളൂ. കാരണം ആ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്നേഹവും വാത്സല്യവും വെളിയിൽ നിന്നുള്ള ഒരു വ്യക്തികൾ ഉണ്ടാകില്ല. മുൻകാലങ്ങളിലെല്ലാം നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ നടുമുറ്റത്ത് കിടത്തി ആ ഓപ്പറായിട്ട് കുളിപ്പിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാട്ടർ ടാങ്കിൽ ഒരു മരിപ്പിൻ്റെ ഒരു